നമ്മളിന്ന് കവർ ചെയ്യുന്നത് ഹിസ്റ്ററി, അതേപോലെ തന്നെ ജോഗ്രഫി. അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറഞ്ഞാൽ വെച്ചാൽ വലിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് എത്ര മണിക്കൂർ എടുത്താലും തീരില്ല. നമ്മളതിനെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ചുരുക്കുന്നത് 60 PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, എക്സ്പ്ലനേഷൻസ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് ഏത് ഭാഗത്തു നിന്ന് വന്നു, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അനുബന്ധ ചോദ്യങ്ങൾ എന്നിവയാണ്. അപ്പോൾ ഈ 60 PYQ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷൻസും ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഈ ടോപ്പിക്ക് മൊത്തം, അതായത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ തന്നെ ജോഗ്രഫിയുടെ ബേസിക് ഫാക്ട്സ്, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഈ 6 ടോപ്പിക്കുകൾ, ഈ 6 വലിയ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യും. 5 10 മാർക്കിനുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ലയൺ ഷെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാം പാസ്സാവാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇത് പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. 60 PYQ ക്വസ്റ്റ്യനിൽ ഓവർലാപ്പ് വരും, അതായത് ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അധികം പറയില്ല, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ, ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, CE 9ാം നൂറ്റാണ്ടിൽ മാർസപ്പി റീഷോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? അവകാശം ഏത്? ഉത്തരം തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം. ശ്രദ്ധിക്കുക, കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ വാഴപ്പള്ളി ശാസനമാണ്. രാജശേഖരവർമ്മൻ പുറപ്പെടുവിച്ചത്. അതിൽ നമശിവായ എന്നാണ് ആരംഭിക്കുന്നത്. വാഴപ്പള്ളി ശാസനം ആരംഭിക്കുന്നത് നമശിവായ എന്നാണ്. അത് പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ്. ആദ്യമായി കണ്ടെത്തിയ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. അടുത്ത, കൃത്യമായ തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം. കൃത്യമായിട്ടുള്ള തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. AD 849. AD 849. തരിശാപ്പള്ളി ശാസനം കോട്ടയം ചെപ്പേട് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കോട്ടയം ചെപ്പേട് എന്നറിയപ്പെടുന്ന എന്താണ്? തരിസാപ്പള്ളി ശാസനം. ശ്രദ്ധിക്കുക, സ്ഥാണു രവിവർമ്മൻ പുറപ്പെടുവിച്ച സംഭവമാണ് തരിസാപ്പള്ളി ശാസനം. ഇത് എഴുതിയത് അയ്യനടികൾ തിരുവടികൾ എന്ന വേണാട് ഗവർണറാണ്. ആ സമയത്ത് വേണാടിൻ്റെ ഭരണാധികാരിയായിരുന്ന, അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന അയ്യനടികൾ തിരുവടികളാണ് എഴുതിയത്. അടുത്ത്, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ശാസനം മാമ്പള്ളി ശാസനം. ഏതാണ്? കൊല്ലവർഷം രേഖപ്പെടുത്തിയ ശാസനം മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീവല്ലഭൻ കോത. ആരാണ്? ശ്രീവല്ലഭൻ കോത. അപ്പം ഈ മൂന്നെണ്ണം നിർബന്ധമായും പഠിക്കണം. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത, ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരാണ്? ഹാർവി സ്ലോഗം. ഡാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഡാം എവിടെയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക, ഗ്രാൻഡ് ഡാം എന്നറിയപ്പെടുന്നത് കാവേരി നദിക്ക് കുറുകെയാണ്. കല്ലണ എന്നാണ് അറിയപ്പെടുക. കരികാല ചോളൻ നിർമ്മിച്ചതാണ് എന്ത്? ഗ്രാൻഡ് ഡാം. ഗ്രാൻഡ് ഡാം, കാവേരി, കല്ലണ, കരികാല ചോളൻ. അടുത്ത, ഹീരാക്കുഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ്. 4.8 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഹീരാക്കുഡ്. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയാണ്. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയാണ്. ഓക്കെ, അടുത്ത, തെഹരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി. 260.5 മീറ്ററാണ് തെഹരി ഡാമിന്റെ ഉയരം. ഉത്തരാഖണ്ഡിൽ ഭഗീരഥി നദിക്ക്, ഇതും ചോദിക്കും, ഭഗീരഥി നദിക്ക് കുറുകെയാണ് തെഹരി. ഓക്കെ, അടുത്ത, സർദാർ സരോവർ. ഇത് ചോദിക്കുക, ഏത് നദിക്ക് കുറുകെയാണ്? നർമ്മദ നദിക്ക് കുറുകെയാണ് ഗുജറാത്തിലെ സർദാർ സരോവർ. അടുത്ത, ബക്രാനങ്കൽ. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ. വിവിധ ഉദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പദ്ധതിയിലെ പ്രധാന അണക്കെട്ടായ ബക്ര ഡാം ഹിമാചൽ പ്രദേശിലും. ശ്രദ്ധിക്കുക, ബക്ര ഡാം ഹിമാചൽ പ്രദേശിലും. നങ്കൽ ഡാം പഞ്ചാബിലുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ഏത്? ബക്രാനങ്കൽ. അടുത്ത, ഉറി ചോദിക്കുന്ന ചോദ്യമാണ്. ജലം നദിക്ക് കുറുകെയാണ്. ജമ്മു കാശ്മീരിൽ ജലം നദിക്ക് കുറുകെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഉറി. അടുത്തത്, നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി ഡാമുകളിലൊന്നാണ് നാഗാർജുന സാഗർ. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി കൃഷ്ണ നദിക്ക് കുറുകെ. അപ്പം എങ്ങനെയാണ് ചോദിക്കുക, നാഗാർജുന സാഗർ ഏത് നദിക്ക് കുറുകെയാണ്? എവിടെയാണ്? കൃഷ്ണ നദിക്ക് കുറുകെ. ഓക്കെ, അടുത്ത, ഫറാക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നു. ഫറാക്ക.
വേനൽക്കാലത്ത് ഹുഗ്ലി നദി, അപ്പൊ ഹുഗ്ലി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിക്കും, കൊൽക്കത്ത. ഹുഗ്ലി നദിയിലേക്ക് വെള്ളം തിരിച്ചുവിടുകയും കൊൽക്കത്ത തുറമുഖത്തെ എക്കൽ അടിഞ്ഞു കൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന നദിയാണ് ഇത് ഫറാക്ക ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ നിർമ്മിച്ചത്. അടുത്ത മേട്ടൂര്, തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മേട്ടൂര്. കാവേരി നദിക്ക് കുറുകെയാണ്. ഇതിന്റെ അടുത്തുള്ള പാർക്കാണ് എല്ലിസ് പാർക്ക്. മേട്ടൂര്, തമിഴ്നാട്, കാവേരി. അടുത്ത ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ, ഉത്തർപ്രദേശിലെ റിഹാന്ത് നദിക്ക് കുറുകെയാണ് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ. റിഹാന്ത് ഡാം എന്ന പേരിലും ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളിലൊന്നാണ് ഗോവിന്ദ പല്ല് സാഗർ. ഓക്കെ, അടുത്ത പോങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിയാസ്, ഹിമാചൽ പ്രദേശിലെ ബിയാസിലാണ്, സിവാലിക് മലനിരകളിലാണ് പോങ്. ഇത് മഹാറാണ പ്രതാപ് സാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മണ്ണ് അണക്കെട്ടുകളിലൊന്നാണ് പോങ്, ഹിമാചൽ പ്രദേശ്, ബിയാസ്. അടുത്ത അലമാട്ടി കൃഷ്ണ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. മാർക്ക് ചെയ്യുക. കർണാടകയിലെ ബിജാപൂർ ജില്ലയിലാണ് അലമാട്ടി. ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നും അറിയപ്പെടുന്നു. അലമാട്ടി, കൃഷ്ണ, കർണാടക. ദാമോദർ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധ ഉദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. യുഎസിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന പദ്ധതിയാണ് ദാമോദർ. ഓക്കെ, അടുത്ത ചോദ്യം. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരെന്ത്? ഇപ്പൊ ശ്രദ്ധിക്കാതെ നോക്കുന്നതിന് മുമ്പ് ഹിന്ദു സ്വദേശിമിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ ഫർദൂർജി മർസുബാൻ, കേസരി മറാത്ത എല്ലാവർക്കും അറിയാലോ ബാലഗംഗാധര തിലക്, ബംഗാളി SN ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസസ് ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ എല്ലാവർക്കും അറിയാം ആരാണ് യങ് ഇന്ത്യ ഹരിജൻ, ഗാന്ധിജി, മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. സ്ക്രീൻഷോട്ട് എടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവുക. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് അൽ ഹിലാൽ. യങ് ഇന്ത്യ ആരാ പറഞ്ഞത്? ഗാന്ധിജി. വോയിസ് ഓഫ് ഇന്ത്യ ആരാ നമ്മൾ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ദാദാഭായ് നവറോജി. ഓക്കെ, അതേപോലെ തന്നെ വന്ദേ മാതരം ആരാ പറഞ്ഞത്? നോക്കുക, ലാലാ ലജ്പത് റായ്. ഓക്കെ, അടുത്തത് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാര്? മെൻഷെവിക് പാർട്ടി അലക്സാണ്ടർ കെരൻസ്കി, ബോൾഷെവിക് ലെനിൻ. ഇത് നമ്മൾ വളരെ വിശദമായിട്ട് വേൾഡ് ഹിസ്റ്ററിന്റെ വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിർബന്ധമായിട്ടും അത് വരുമ്പോൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ ഇവിടെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. മെൻഷെവിക് എന്നുള്ള പാർട്ടി അലക്സാണ്ടർ കെരൻസ്കി, ബോൾഷെവിക് ലെനിൻ. റഷ്യയുമായിട്ട് ബന്ധമുള്ളതാണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം. ഇത്രയും ഡീപ്പായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവണം. ശ്രദ്ധിക്കുക, റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീന്. എന്താണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീന്? അതായത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം ജോൺ റീഡിന്റെ ആ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ ജോൺ റീഡ് എഴുതിയ പുസ്തകമാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീന് എന്നുള്ള ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തുള്ളതാണ്. അപ്പൊ റഷ്യയുമായി ബന്ധപ്പെട്ടാണ് ഇത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീന്. അടുത്തത് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങൾ. ഒന്നാമത്തെ ഗ്രാൻഡ് ഇല്യൂഷൻ, റാങ് റന്യയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. അതേപോലെ തന്നെ ലെവീസ് മെൻസ്റ്റോണിന്റെ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻലി കുബ്രിക്കിന്റെ പാത്ത് ഓഫ് ഗ്ലോറി. 3 ചലച്ചിത്രങ്ങളാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ റാങ് റൈനായുടെ ഫ്രഞ്ച് ചിത്രമാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ലെവീസ് മെൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിന്റെ പാത്ത് ഓഫ് ഗ്ലോറി. ഇതെല്ലാം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഇതാണ്. അപ്പൊ നോക്കുക, ഇവിടെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം സി, ഗ്രാൻഡ് ഇല്യൂഷൻ. ബാക്കിയുള്ളതെല്ലാം ഷിൻലേഴ്സ് ലിസ്റ്റ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, കനാൽ, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും കൂടി പറയാൻ ശ്രദ്ധിക്കുക. ഒരു ചിത്രമാണ് ഗോർണിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്.
അത് പിക്കാസോന്റെ ചിത്രമാണ്. അതേപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേന്റെ നോവലുണ്ട് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. ഇവയെല്ലാം രണ്ടാം ലോക യുദ്ധത്തോട് കലാപരമായ പ്രതികരണങ്ങളാണ്. അതേപോലെ തന്നെ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്, അതേപോലെ തന്നെ ദ ബ്രിഡ്ജ് ഓൺ റിവർ, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചാർലി ചാപ്ലിന്റെ, അതേപോലെ ഹിരോഷിമ, മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻലേഴ്സ് ലിസ്റ്റ്, ഇതെല്ലാം ഏതാണ്, സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക, വ്യത്യസ്തമായിട്ട് എഴുതിയെടുക്കുമ്പോൾ ആദ്യം ഒന്നാം ലോക മഹായുദ്ധം, ആദ്യം അതിനു മുമ്പ് റഷ്യൻ വിപ്ലവം, പിന്നെ അതിൻ്റെ ആ സിനിമ നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം അതുമായി ബന്ധപ്പെട്ട സിനിമ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കലാസൃഷ്ടിയും സിനിമയും, അങ്ങനെ തന്നെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഹമ്മർ ഫെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മുനിസിപ്പാലിറ്റി ഉണ്ട്, എവിടെ? നോർവേയിൽ, അവിടെയാണ് പാതിരാ സൂര്യൻ. അടുത്ത മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ശിലകളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. അടുത്ത ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടം. രണ്ടു തരം ഭൂപടങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒന്ന് ധരാതലീയ ഭൂപടം, ഒരു ചെറിയ പ്രദേശത്തെ മനുഷ്യനിർമ്മിത വസ്തുക്കളെയും പ്രകൃതിദത്ത സവിശേഷതകളെയും അനുയോജ്യമായ ചിഹ്നങ്ങളും നിറങ്ങളും നൽകി സൂക്ഷിക്കുന്നതാണ് ധരാതലീയ ഭൂപടം. സൈനിക പ്രവർത്തനങ്ങൾക്കാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുക. ധരാതലീയ ഭൂപടം, സൈനിക പ്രവർത്തനം. ഇനി നോക്കുക, ടാക്സ് ഈടാക്കാനുള്ള സംഭവം അല്ലേ, ഭൂനികുതി ഈടാക്കുന്നതിന്, അതിന് പറയുന്ന പേരാണ് എന്ത്? കഡസ്ട്രൽ മാപ്പ്. അതായത് റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് കഡസ്ട്രിയൽ ഭൂപടങ്ങളിലാണ്. ഈ രണ്ടെണ്ണം പഠിച്ചു വെക്കുക. ധരാതലീയ ഭൂപടത്തിന്റെ ചിഹ്നം അടുത്ത ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ രണ്ടാമത്തെ ഫേസാണ്, ഒന്നാമത്തെ ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, ധരാതലീയ ഭൂപടം. അപ്പോൾ നോക്കാം, അതിനുശേഷം രണ്ട് ക്വസ്റ്റ്യൻസ്. GPS പകരമായിട്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് പകരമായിട്ട് IRNSS ഇതാണ് ഇന്ത്യ നിർമ്മിച്ചത്. അടുത്ത് ചൂലന്നൂർ പക്ഷിസങ്കേതം. പക്ഷിസങ്കേതങ്ങളെ കുറിച്ചും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇനി ക്ലാസ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞു പോവാം. ചൂലന്നൂർ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? പാലക്കാട്. എവിടെയാണ്? പാലക്കാട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതായിരുന്നു? ഉത്തരമഹാസമതലം. നമ്മൾ ആദ്യം ഉത്തരങ്ങൾ പറഞ്ഞു പോകും, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോകും. ഇപ്പൊ ശ്രദ്ധിക്കുക. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഇപ്പൊ ഉപദ്വീപീയ നദികൾ ഏതാണ് നമ്മളിപ്പോ നോക്കാൻ പോകും. അപ്പൊ അതിലല്ലാത്തത് ഏതാണ്? ലൂണിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? മേഘാലയ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാൻ പോവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഫാക്ട്സ് നമ്മൾ നോക്കാൻ പോവാണ്. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഇന്ത്യയുടെ സ്ഥാനം ഏതാണെന്ന് നിർബന്ധമായിട്ടും പഠിക്കണം. ഇന്ത്യയുടെ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അതേപോലെ തന്നെ രേഖാംശം എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും നോക്കി വയ്ക്കുക. അതിന്റെ വ്യാപ്തി ചോദിച്ചിട്ടുണ്ട്, ഏകദേശം 30 ഡിഗ്രിയാണ്. ഇനി ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് ഉപദ്വീപ്. 4 വശമാണെങ്കിൽ അതിന് ദ്വീപ് എന്ന് പറയും. ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപദ്വീപീയ നദികൾ, ഹിമാലയൻ നദികൾ, അതിനെക്കുറിച്ചൊക്കെ പറയും. അതിനു മുമ്പ് നമുക്ക് അടുത്ത ഒരു സെറ്റ്, ആകെ 4 ക്വസ്റ്റ്യൻ ഉള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതായിരുന്നു? അരുണാചൽ പ്രദേശ്. ഇനി അടുത്തത് ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. അടുത്ത ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം, അതായത് മഴക്കാലത്ത് അല്ലെ, ഏതാണ്? ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2. അപ്പൊ ഏകദേശം നമ്മൾ 10 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്. ഏകദേശം അല്ല, കൃത്യമായിട്ട് 10 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പറഞ്ഞത്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാൻ പോകണം. ശ്രദ്ധിക്കുക.
അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കുക ഹിമാദ്രിനെ കുറിച്ച് ചോദിക്കും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ശ്രദ്ധിക്കുക, നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഏകദേശം എത്രയാണ് ഉയരമുള്ളത്? ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഉയരം കൂടിയ കാഞ്ചൻജംഗ, നന്ദാദേവി ഇതെല്ലാം ഇവിടെ തന്നെയാണ്. ഹിമാചൽ എന്ന് പറയുമ്പോൾ 3000 മീറ്റർ ആണ് ഉയരം. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ കാണപ്പെടുക. സിവാലിക് പറയുമ്പോൾ ഏറ്റവും തെക്ക് വശത്താണ്. ശരാശരി ഉയരം എത്രയാണ്? 1220 മീറ്റർ ആയിരുന്നു. ഡൂണുകൾ കാണപ്പെടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ചുരങ്ങൾ ശ്രദ്ധിക്കുക. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് എന്ത്? ചുരങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ചുരങ്ങൾ? ശ്രദ്ധിക്കുക, ഇത് മാത്രം ഒന്ന് പഠിക്കുക. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ലിപ്പു ലേക്ക് ഏതാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. അടുത്ത ഷിപ്കില, ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില, ശ്രീനഗർ, കാർഗിൽ. നമ്മളിപ്പോ പറഞ്ഞത് ശ്രീനഗർ, കാർഗിൽ. നാഥുല, സിക്കിം, ടിബറ്റ്. അപ്പൊ ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡും ടിബറ്റും തമ്മിലാണ്. ഷിപ്കില ഹിമാചൽ പ്രദേശത്ത് നിന്ന് ടിബറ്റിലേക്ക് പോകാനുള്ള മാർഗമാണ്. നാഥുല സിക്കിമിൽ നിന്ന് ടിബറ്റിലേക്കാണ്. അപ്പോൾ ടിബറ്റിലേക്കുള്ളത് നമ്മൾ ആദ്യം നോക്കി. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ്, ശ്രദ്ധിക്കുക. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ്. ഷിപ്കില എന്തായിരുന്നു? ഹിമാചൽ പ്രദേശ്. നാഥുല ഏതാണ്? സിക്കിം. അപ്പോ LUSHNS. ലിപ്പുലേക്ക്, ഷിപ്കില, നാഥുല. സോജില ഏതായിരുന്നു? ശ്രീനഗർ, കാർഗിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദിയിൽ ഉൾപ്പെടാത്തത് ഏതാ? നമ്മൾ ലൂണി എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മഹാനദി മൈക്കലേല പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, 875 കിലോമീറ്റർ. ഇബ്, ടെല്ല് പോഷക നദികൾ. ഗോദാവരി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, 1465 കിലോമീറ്റർ. ഇന്ദ്രാവതി, ശബരി. കൃഷ്ണ പശ്ചിമഘട്ടം മഹാബലേശ്വർ കുന്നുകൾ, 1400 കിലോമീറ്റർ. ഭീമ, തുംഗഭദ്ര പോഷക നദികൾ. കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ, 800 കിലോമീറ്റർ. കബനി, അമരാവതി പോഷക നദികൾ. നർമ്മദ മൈക്കലേല പർവ്വതനിരകൾ, 1312 കിലോമീറ്റർ. ഹിരൺഭഞ്ജൻ പോഷക നദികൾ. താപ്തി മുൽത്തായി പീഠഭൂമി, 724 കിലോമീറ്റർ. ശ്രദ്ധിക്കുക, പോഷക നദികൾ. ആനർ, ഗിർണ. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. മഹാനദി മൈക്കല പർവ്വതനിരകൾ, 857 കിലോമീറ്റർ. ഇബ്, ടെല്ല് ഇതെവിടെയാണ് ചെന്ന് ചേരുക എന്നറിയോ? മഹാനദി എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്. അതായത് ബംഗാൾ ഉൾക്കടല്. ഇനി ഗോദാവരി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് 1465. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഏത്? ഗോദാവരി. ഇതും ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് ചേരുക. കൃഷ്ണ 1400 കിലോമീറ്റർ. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. ഭീമ, തുംഗഭദ്ര ഇതും എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ. കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകള്, കർണാടകം, 800 കിലോമീറ്റർ. കബനി, അമരാവതി ഇതും എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ. ഇനി വരാൻ പോണ നർമ്മദയും താപ്തിയും ഏതാണ്? അറേബ്യൻ സീ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നർമ്മദയും താപ്തിയും പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, നർമ്മദ മൈക്കല പർവ്വതനിരകൾ, 1312 കിലോമീറ്റർ. ഹിരൺഭഞ്ജനാണ് പോഷക നദികൾ. താപ്തി മുൽത്തായി പീഠഭൂമി, 724 കിലോമീറ്റർ. ആനർ, ഗിർണ. ഈ നർമ്മദ, താപ്തി പ്ലസ് സിന്ധു ഇത് മൂന്നും എവിടെ ചെന്ന് പതിക്കുന്നു എന്ന് പഠിച്ചു വയ്ക്കുക? അറേബ്യൻ സീയിൽ ചെന്ന് പതിക്കുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം വേറെയുണ്ട്, മാഹി എന്ന് പറഞ്ഞിട്ട് ഒരു റിവറുണ്ട്. നമ്മുടെ മാഹി അല്ല. പിന്നെ അതേപോലെ തന്നെ ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ സബർമതി എന്ന് പറഞ്ഞിട്ട് വേറൊരു റിവറും ഉണ്ട്. ലൂണി എവിടെയും ചെന്ന് പതിക്കുന്നില്ല. ലൂണി ആകെ രാജസ്ഥാന് അതേപോലെ തന്നെ ഗുജറാത്തിലൊക്കെ ഒഴുകിയിട്ട് അവിടെ ഒഴുകി ഇല്ലാതാവുന്ന നദിയാണ്. അതൊരു ഉപദ്വീപീയ നദിയല്ല ലൂണി. അപ്പൊ നോക്കുക, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ബ്രഹ്മപുത്ര സ്ഥിരം ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഉത്ഭവസ്ഥാനം ചമായുങ്തങ് ഗ്ലേഷ്യർ. ഇനി ഇതിൽ പഠിച്ച കിലോമീറ്റർ പഠിച്ചാൽ മതി. 2900 കിലോമീറ്റർ ഇന്ത്യയിൽ ഒഴുകുന്നത് നിർബന്ധമായിട്ടും പഠിക്കാൻ ചോദിക്കും. 725 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. 725 കിലോമീറ്റർ. ഇനി തീസ്ത, സുബൻസരി അങ്ങനെ ഒരുപാട് പോഷക നദികളുണ്ട്. ഏതിന്? ബ്രഹ്മപുത്രയ്ക്ക്. എവിടെയാണ് ചെന്ന് ചേരുക? ബേ ഓഫ് ബംഗാൾ. അടുത്ത ഗംഗോത്രയിലെ ഹിമാനി
ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. 2500 കിലോമീറ്റർ ആണ്. 25 എന്നുള്ളത് പഠിച്ചു വെക്കുക. 25 കിലോമീറ്റർ കേട്ടോ. അതുപോലെ തന്നെ അതിന് യമുനയുണ്ട്, അതേപോലെ തന്നെ കോസി ഉണ്ട്, അങ്ങനെ ഒരുപാട് പോഷക നദികളുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഇനി സിന്ധു നോക്കുക, മാനസ സരോവർ തടാകത്തിനടുത്തു നിന്നാണ്. 2880 കിലോമീറ്റർ, 709 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. 709. ബ്രഹ്മപുത്ര എത്രയായിരുന്നു? 725. ഇനി ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നൊക്കെ പറഞ്ഞിട്ട് പോഷക നദികളുണ്ട്. ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതിലെ ഏറ്റവും വലിയ പോഷക നദി ഏത് എന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ പോഷക നദി ഏത്? അതൊന്ന് കമന്റ് ചെയ്യുക. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? നിർബന്ധമായും കമന്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തരമഹാസമതലമാണ്. അതേപോലെ തന്നെ ഇത് ചോദിച്ചത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നാണ്. അപ്പൊ കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിനെ ധാന്യപ്പുര എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിനെ പറഞ്ഞിരുന്ന പേര് എന്തായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിനെ പറഞ്ഞിരുന്ന പേര് ധാതു കലവറ എന്നായിരുന്നു. അതിൽ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ധാതു കലവറകളിൽ ഒന്നാണ്. ഇനി അതേപോലെ ഇതിൽ പവർ പ്ലാന്റുകളൊക്കെ ചോദിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണവോർജ നിലയങ്ങൾ. ശ്രദ്ധിക്കുക, താരാപൂർ മഹാരാഷ്ട്ര, റാവത്ബട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കക്രപ്പാറ ഗുജറാത്ത്, നറോറ UP. ഒന്നുകൂടെ പറയാം, താരാപൂർ മഹാരാഷ്ട്ര, റാവത്ബട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കക്രപ്പാറ ഗുജറാത്ത്, നറോറ UP. ഇത് കൂടംകുളത്തിന്റെ ചിത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ കാൽബൈശാഖി എന്താന്ന് ചോദിക്കും. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് എന്ത്? കാൽബൈശാഖി. അപ്പൊ അതിൽ ഓപ്ഷനിൽ കാറ്റ് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ കാറ്റുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാൽബൈശാഖി പറയുമ്പോൾ കാറ്റിന് പറയുന്ന പേര് തന്നെയാണ്. ആ കാറ്റാണ് എന്ത് പെയ്യിക്കുന്നത്? മഴ പെയ്യിക്കുന്നത്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിന്റെ സവിശേഷതകളാണ്. ഇനി അതേപോലെ തന്നെ അതിൽ വിളകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഖാരിഫ്, റാബി, സയ്ദ്. നിർബന്ധമായും പഠിക്കണേ. മൺസൂണിന്റെ ആരംഭം ജൂൺ മാസം മുതൽ നവംബറിന്റെ ആദ്യ വാരം വരെയുള്ളതിന് പറയുന്ന പേര് ഖാരിഫ് വിളകൾ എന്നാണ്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഒന്നുകൂടെ പറയാ, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അപ്പൊ ഇതിൽ തന്നിട്ട് ഇതിൽ ഖാരിഫ് വിളയത്, റാബി വിളയത്, സയ്ദ് വിളയത് എന്നൊക്കെ ചോദിക്കും. അടുത്തത് റാബി നവംബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മാർച്ചിൽ അവസാനിക്കുന്നു. അതായത് തണുത്ത സമയത്ത് പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞിട്ട് ഒരു മഴയൊക്കെ പെയ്യും. ഈ മഴ ഇതിനെ വളരെയധികം സഹായിക്കും. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഒന്നുകൂടെ പറയാം, ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഓക്കെ. അടുത്ത സയ്ദ് മാർച്ച് മുതൽ ജൂൺ വരെ, അതായത് ആ വേനൽ കാലത്ത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. അപ്പൊ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക, ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ് എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ ടൈമിൽ, റാബി എന്ന് പറയുമ്പോൾ ആ മഞ്ഞുകാലത്ത്, സയ്ദ് എന്ന് പറയുമ്പോൾ ആ വേനൽക്കാലത്ത്. അപ്പൊ ഏതൊക്കെയാണ്? നെല്ല് എന്ത് വിളയാണ്? ഖാരിഫാണ്. ഗോതമ്പ് എന്താണ്? റാബിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ അതില് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിഗർ? എന്താണ്? കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നു. കറുത്ത മണ്ണ്, ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ, ഏത് പീഠഭൂമി? ആ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമി ഉണ്ടല്ലോ, ആ മണ്ണ് റിഗർ എന്നും കറുത്ത മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഇത് ഏത് കൃഷിക്ക് അനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. എന്തെന്നാണ്? ബസാൾട്ട് എന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ആനമുടി, 2695 മീറ്റർ. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉള്ളതിനാൽ ഇതിനെ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നു. എന്താണ്? ധാതുക്കളുടെ കലവറ. ഇതിന്റെ വിസ്തൃതി ഏകദേശം എത്രയാണ്? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം. അടുത്ത അതിൽ നമ്മൾ ജനസാന്ദ്രത കുറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അരുണാചൽ പ്രദേശ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജനസാന്ദ്രത കൂടിയത് അതൊക്കെ അറിയണം. ഏറ്റവും വലിയ സംസ്ഥാനം ഏതായിരുന്നു? രാജസ്ഥാൻ, അല്ലേ? ഏറ്റവും ചെറുത് ഏതാണ്? ഗോവ. ജനസംഖ്യ കൂടിയത് ഏതായിരുന്നു? ജനസംഖ്യ കൂടിയത് UP. പാകിസ്ഥാനിലേക്കാളും ജനസംഖ്യ ഉണ്ട് UP-യിൽ കേട്ടോ. ഇനി ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് ഏതാണ്?
അത് സിക്കിമാണ്. അതേപോലെ തന്നെ ജനസാന്ദ്രത കൂടിയത് ശ്രദ്ധിക്കുക, ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഡൽഹി, അത് കഴിഞ്ഞാൽ ചണ്ഡീഗഡ്, അത് കഴിഞ്ഞാൽ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, അത് കഴിഞ്ഞാൽ പുതുച്ചേരി, അത് കഴിഞ്ഞാൽ ലക്ഷദ്വീപ്. ഇതെല്ലാം എന്തായിരുന്നു? യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പൊ സംസ്ഥാനങ്ങൾ നോക്കുക, ഒന്നാം സ്ഥാനം ആർക്കാണ്? ബീഹാർ, രണ്ടാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, മൂന്നാം സ്ഥാനം കേരളം, നാലാം സ്ഥാനം UP, അഞ്ചാം സ്ഥാനം ഹരിയാന. അപ്പൊ UT ചോദിച്ചാൽ ഡൽഹി എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ, അത് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് ആർക്കുള്ളത്? കേരളത്തിനുള്ളത്. ഇത് ജൂൺ 15, 2021 കണക്ക് പ്രകാരമാണ്. ഏറ്റവും കുറവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്? അരുണാചൽ പ്രദേശ്. അതേപോലെ തന്നെ വനവും ചോദിക്കും ചിലപ്പോൾ. വനം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണ്? മധ്യപ്രദേശ് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്. ഇനി കുറവുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഏറ്റവും കൂടുതൽ വനം കൂടിയത്, അതായത് വനവിസ്തൃതിയിൽ വന്ന മാറ്റം ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിക്കും. ഈയിടയ്ക്കുള്ള കണക്ക് പ്രകാരം ഏതാണ്? കർണാടകയാണ് ഉള്ള വനവിസ്തൃതി കൂടിയത്. അപ്പൊ ഇതാണ് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ നിർബന്ധമായിട്ട് ഇത് കാണണം. ജിയോഗ്രഫിയിലെ ഈ ഏരിയ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ ഇതിൽ ഒറ്റയാനെ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ വളരെ കൂടുതലുള്ള കാരണം കൊണ്ട്, എവിടെ? ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വളരെ കൂടുതലുള്ള കാരണം കൊണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് മാത്രം പഠിച്ചു വയ്ക്കുക. നർമ്മദ, താപ്തി, സിന്ധു, മാഹി, സബർമതി ഇങ്ങനെയുള്ള നദികൾ. ഇതിൽ മാഹി മേലെയുള്ള നോർത്തിലുള്ള മാഹിയാണെന്ന് ഓർത്തു വെക്കണം. ലൂണി ഇതിൽ ഏതിലും പെടില്ല, അത് ഒഴുകി ഇല്ലാതാവുന്നു എന്നും പഠിച്ചു വെക്കുക. പിന്നെ ഈ കിലോമീറ്റർ എത്ര ഒഴുകുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അതിൻ്റെ പ്രത്യേകതകൾ, അതായത് ഇന്ത്യയുടെ ഹിമാലയത്തിൻ്റെ നട്ടെല്ലാണ് ഹിമാദ്രി. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അക്ഷാംശവും രേഖാംശവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അതാണ് ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നോക്കുന്നത്. ഇനി ഇനി കേരളത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം വേദാധികാര നിരൂപണം. പ്രാചീന മലയാളത്തിൽ പറഞ്ഞത് പരശുരാമൻ മഴുവേറിനിട്ട് കേരളം ഉണ്ടായി, ആ കേരളം നേരെ ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നുള്ളത് അതിനെ ഖണ്ഡിക്കുന്ന ഒരു പുസ്തകമാണ് ഏത്? പ്രാചീന മലയാളം. ഇനി അതേപോലെ തന്നെ വേദാധികാര നിരൂപണം, അതായത് ശൂദ്രന്മാർക്കും വേദം പഠിക്കാം എന്നുള്ളതാണ് വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ ആദിഭാഷയുണ്ട്, അതായത് തമിഴാണ്. മലയാളത്തിന്റെ മാതാവ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് ഏത്? ആദിഭാഷ. അതേപോലെ തന്നെ മോക്ഷപ്രദീപം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഓപ്പോസിറ്റ് എഴുതിയ ഒരു കൃതിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം എഴുതിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. ക്രിസ്തുമതഛേദനം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പി സ്വാമികൾ. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നടന്നു നോക്കിയ പോലെ നോക്കും. ശ്രദ്ധിക്കുക. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. നോക്കുക, പെരിനാട് ലഹള 1915 കൊല്ലം പെരിനാട് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കല്ലുമാല, അതായത് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് പകരം, മേൽമുണ്ട് ധരിക്കുന്നതിന് പകരം കുപ്പിച്ചില്ലുകളും കല്ലുമാലകളും ധരിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗോപാലദാസൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സമ്മേളനം നടത്തി അധ്യക്ഷനായിട്ട്. അത് പിന്നീട് ഒരു ലഹളയിലേക്ക് നയിച്ചു. 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടും. 1990 AD അല്ല, കൊല്ലവർഷം 1990 നടന്ന കാരണം കൊണ്ട്, 1090 നടന്ന കാരണം കൊണ്ട് അതിനെ എന്തും കൂടി പറയും? 90-ാം ആണ്ട് ലഹള എന്നും കൂടി പറയും. അടുത്ത 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ചോദിച്ച്, നാട്ടുരാജ്യമല്ല ചോദിച്ചത്. ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത അരിവിപ്പുറം പ്രതിഷ്ഠ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരിവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണം, നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചത് ഏതാണ്? മലബാറാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജാവും ദിവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയെല്ലാം എന്നുള്ളതും വരില്ല. ഏതാണ്? മലബാറാണ്. അതായത് ആദ്യം അത് സാമൂതിരിയുടെ കയ്യിലായിരുന്നു, പിന്നീട് ടിപ്പുവിന്റെ കയ്യിലേക്ക് മാറി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു അത് ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 പ്രകാരം അത് ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അടുത്ത മലബാറിൽ 1930 ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം, അത് പറയേണ്ട കാര്യം കൂടിയില്ല. ഏതാണ്? പയ്യന്നൂര്. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്
ആരാണ്? മന്നത്ത് പത്മനാഭൻ. നാഗർകോവിലിൽ നിന്ന് നയിച്ചത് ആരായിരുന്നു? നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ചത് എം.ഇ. നായിഡു. മാനും മെന്നും അങ്ങനെയാണ് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. മന്നത്ത് പത്മനാഭൻ കേരളത്തില്. ഇനി നാഗർകോവിലിൽ നിന്ന് ഇങ്ങോട്ട് നയിച്ചത് ആരാണ്? എം.ഇ. നായിഡു. MEN മെൻ. അടുത്ത മേൽമുണ്ട് സമരം ഏതാണ്? മേൽമുണ്ട് സമരം ചാന്നാർ ലഹള. അടുത്ത കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. അത് ഇതിലെ ഉത്തരം നമ്മൾ ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കട്ടെ. 39 എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അടുത്ത 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത് ശ്രദ്ധിക്കുക, കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തിലാണ്. ഇനി ആ കേരള ഹിസ്റ്ററിയിൽ നിന്ന് എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക, നോക്കുക. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനാവുകയാണ് ചെയ്ത്. അല്ലാതെ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കൊടുത്ത ഒരു അവകാശമൊന്നുമല്ല. 1859 എന്ത് ലഹളയായിരുന്നു? ചാന്നാർ ലഹള. അവരാണ് അതിന് ലഹള എന്ന് പേരിട്ട്. ശരിക്കും ഇതൊരു സമരമാണ്, അതിന് ലഹള എന്ന് അവർ പേരിട്ടു. നോക്കുക, ഇനി അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് 1858 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ. അപ്പോൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. ഇനി അരുവിപ്പുറത്ത് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് നോക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതേപോലെ തന്നെ അതിന്റെ താഴെ എഴുതി വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതേപോലെ തന്നെ അദ്ദേഹം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ആലുവയിലെ സർവമത സമ്മേളനത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും. ഇനി എൻ്റെ തൊട്ട് താഴെ തന്നെ ഈ പേജിൽ നിന്നാണ് മിക്കവാറും എല്ലാ ചോദ്യം എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 1924 വൈക്കം സത്യാഗ്രഹം നടന്നു. നേതാവ് പഠിച്ചു വയ്ക്കുക, അടുത്ത എക്സാമിന് ചോദിക്കും. ടി.കെ. മാധവൻ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഇത്തവണ ചോദിച്ചാൽ ചിലപ്പോൾ അടുത്തവണ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരിക്കും ചോദിക്കുക. ശ്രദ്ധിക്കുക, ഇതൊരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നടന്നത് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ ചോദിക്കും. സഞ്ചാര സ്വാതന്ത്ര്യമാണ് വൈക്കം സത്യാഗ്രഹം 1924. ഇനി നോക്കുക, ഗുരുവായൂർ സത്യാഗ്രഹം. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം? ഹിന്ദുക്കൾക്ക്, എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം. 1931 കെ കേളപ്പനായിരുന്നു നേതാവ്. ആരാ നേതാവ്? നേതാവിന്റെ പേര് നിർബന്ധം പഠിക്കണം. കെ കേളപ്പൻ. AKG ആയിരുന്നു സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ, AK ഗോപാലൻ. അതേപോലെ തന്നെ ക്രൂരമായിട്ട് മർദ്ദനമേറ്റത് ആർക്കാണ്? പി കൃഷ്ണപിള്ള. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് ഇത് വായിക്കുക. ഇത് അതേപോലെ ചോദിക്കും, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കുക, അടുത്തൊരു പേജിൽ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. തൃശ്ശൂരിലെ ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ അവിടെ കൊച്ചി രാജ്യത്തില് തൃശ്ശൂരിൽ നടന്ന, കൊച്ചി എന്ന് പറയുമ്പോൾ അതിൽ തൃശ്ശൂരൊക്കെ പെടും, തൃശ്ശൂരിൽ നടന്നതാണ് ഏത്? ഇലക്ട്രിസിറ്റി സമരം. ഇനി നോക്കുക, 1941 S. നീലകണ്ഠയ്യർ, VR. കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായതിനു ശേഷം സമരങ്ങൾ ശക്തിപ്പെട്ടു എന്നതിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, 1941 S. നീലകണ്ഠയ്യർ, VR. കൃഷ്ണൻ എഴുത്തച്ഛൻ ഇവരാണ് എന്ത് സ്ഥാപിച്ചത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അവരത് സ്ഥാപിച്ചതിൽ പ്രസിഡന്റ് ആര് എന്നുള്ള സംഭവം നോക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, 1941 ഫെബ്രുവരി 9 തൃശ്ശൂരിൽ മണികണ്ഠൻ ആൽത്തറയിൽ വെച്ച് സംഘടന ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. S. നീലകണ്ഠ അയ്യർ പ്രസിഡന്റും. അപ്പൊ അതിലത് ശരിക്കും കൊടുത്തിട്ടില്ല, പക്ഷെ അവര് VR. കൃഷ്ണ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു എന്നാണ് അതിൽ കണ്ടത്, ആൻസർ കീയിൽ കണ്ടത്. ശരിക്കും അതിന്റെ ഉത്തരം S. നീലകണ്ഠ അയ്യർ പ്രസിഡന്റും VR. കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നുകൂടെ പറയാ, S. നീലകണ്ഠ അയ്യർ പ്രസിഡന്റും VR. കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കൊച്ചിയില്, അതായത് തൃശ്ശൂരിൽ നടന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു ഇത് എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1956 നവംബർ 1 എന്ത് രൂപീകൃതമായി? കേരള സംസ്ഥാന രൂപീകൃതമായി. തിരുവിതാംകൂറിന്റെ ഭാഗമായ തോവാള
അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ താലൂക്കുകൾ മദ്രാസി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായ കാസർഗോഡ്, തെക്കൻ കാനറയുടെ ഭാഗമായ കാസർഗോഡ്, ഹോസ്ദുർഗ് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി ഈ പേജിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1920 തീരുമാനിച്ച നാഗ്പൂർ സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ, അന്ന് 3 പ്രദേശമായിരുന്നല്ലോ, അതായത് മലബാർ, അതേപോലെ തന്നെ കൊച്ചി, അതേപോലെ തന്നെ ഏതായിരുന്നു തിരുവിതാംകൂർ. അപ്പോൾ ഇത് 3 ഒന്നിപ്പിച്ചിട്ട് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് 1ാം സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്ന ബാരിസ്റ്റർ ടി പ്രകാശുമായിരുന്നു അതിൻ്റെ ആദ്യ അധ്യക്ഷൻ. അപ്പോൾ 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്ന ബാരിസ്റ്റർ ടി പ്രകാശാണ്. പിന്നീട് അതിനുശേഷം ഐക്യ കേരള കൺവെൻഷൻ നടന്നു. കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ. പിന്നെ അതേപോലെ തന്നെ 1949 ജൂലൈ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടക്കുകയാണ്. തിരുവിതാംകൂറും കൊച്ചിയും ഒന്നാവുകയാണ്. പിന്നീട് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയാണ്. ഇതിനെ വളരെയേറെ സഹായിച്ചൊരു പുസ്തകമാണ്, മാർക്ക് ചെയ്യുക, EMS നമ്പൂതിരിപ്പാടിന്റെ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. ഇനി ഇത് നോക്കി വയ്ക്കുക. LMS തിരുവിതാംകൂർ ആയിരുന്നു. CMS ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച ഒരു എന്താണ് പറയുക, മിഷണറി ആയിരുന്നു. അതേപോലെ തന്നെ BM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അത് മലബാറിൽ പ്രവർത്തിച്ചാണ് BM. ഇനി അതേപോലെ തന്നെ ഇവിടെയുള്ള ജസ്റ്റ് നോക്കി വയ്ക്കാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മിഷണറി ആയിരുന്ന ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, അയാൾക്ക് മലയാളത്തോടാണ് ഇഷ്ടം എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. ഇത് എവിടെ നിന്ന് ഉള്ള പത്രമാണെന്ന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലശ്ശേരി എന്നാണ് രാജ്യസമാചാരവും പശ്ചിമോദയം. ഒന്നുകൂടെ പറയാം. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ഇവിടെ ഒരു പോയിന്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മാർക്ക് ചെയ്യുക. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതിബായി, തിരുവിതാംകൂറിലെ ഗൗരി പാർവതിബായി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതിബായി. ഇനി അതേപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിച്ചു വയ്ക്കുക. നമ്മൾ ഒരുപാട് പറഞ്ഞു തരാൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു പോവുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അതേപോലെ തന്നെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, സാധുജന പരിപാലന സംഘം അയ്യൻകാളി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. സമത്വ സമാജമൊക്കെ ആദ്യത്തെയാണ്, 1836 വന്നതാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എടുത്താണ്, നിർബന്ധമായി പഠിക്കണം. പണ്ടാരപ്പാട്ട വിളംബരം 1865 തിരുവിതാംകൂർ. കുടിയാന്മ നിയമം 1914 കൊച്ചിയിലെ കുടിയാന്മ നിയമം. മലബാർ കുടിയാന്മ നിയമം 1929 മലബാർ. പണ്ടാരപ്പാട്ട വിളംബരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നാണ് ഏതറിയപ്പെട്ടിരുന്നത്? പണ്ടാരപ്പാട്ട വിളംബരം. ഇതുവരെ നമ്മൾ നോക്കിയത്. അടുത്ത കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, എത്രയാണ്? 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നമ്മൾ പറയേണ്ട കാര്യമില്ല, ഇടുക്കിയാണ്. അതിൻ്റെ കപ്പാസിറ്റി ഒന്ന് നോക്കി വയ്ക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇടുക്കിയുടെ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തവണ ചോദിച്ചതാണ്, നിർബന്ധമായി നോക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ രണ്ടാമത്തെ കമൻറ്റ് ഇതായിരിക്കണം. ഏറ്റവും ആദ്യത്തേത് പള്ളിവാസലാണ്, മുതിരമ്പുഴയാറിലെ പള്ളിവാസൽ. 1940 പള്ളിവാസൽ നിലവിൽ വരുന്നത്. അടുത്ത കേരളത്തിലെ നദികൾ, കിഴക്കോട്ടൊഴുകുന്ന നദി നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി ഇവിടെയാണ് കുറുവാ ദ്വീപൊക്കെ ഉള്ളത് അല്ലെ, വയനാട് ഏരിയയിലെ. കബനി, ഭവാനി, പാമ്പാർ. അടുത്ത കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാർ. അടുത്ത ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. അടുത്ത ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം നമ്മൾ നേരത്തെ നോക്കി, ആരാണ്? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര എവിടെയാണ്? കൊല്ലം.
കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. ഏറ്റവും വലിയ കായൽ അല്ലെങ്കിൽ തടാകം ഏതായിരുന്നു? വേമ്പനാട്ട് കായൽ. പക്ഷെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതായിരുന്നു? ശാസ്താംകോട്ട. അടുത്ത കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. വെറുതെ നവംബർ 1 കണ്ടിട്ട് മാർക്ക് ചെയ്യരുത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ നോക്കുക. ഇരവികുളം 1978, സൈലന്റ് വാലി 1984, ആനമുടിച്ചോല 2003, മതികെട്ടാൻ ചോല 2003, പാമ്പാടും ചോല 2003. അപ്പൊ എത്ര നാഷണൽ പാർക്കുകളുണ്ട്? 5 എണ്ണം. ഒന്നുകൂടെ പറയാം. ഇരവികുളം 78, സൈലന്റ് വാലി 1984, ആനമുടിച്ചോല 2003, മതികെട്ടാൻ ചോല 2003, പാമ്പാടും ചോല 2003. അതിൽ ഏറ്റവും വലുത് ഏതാ നോക്കുക, ഏറ്റവും ചെറുത് ഏതാ നോക്കുക. ഏറ്റവും വലുത് നോക്കുക, ഏരിയയിൽ 97 സ്ക്വയർ കിലോമീറ്റർ ഇരവികുളം അല്ലേ. ഏറ്റവും ചെറുത് നോക്കുക 1.313 സ്ക്വയർ കിലോമീറ്റർ പാമ്പാടും ചോല. പാമ്പാടും ചോല. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദികളുടെ ഉത്ഭവസ്ഥാനം. ശ്രദ്ധിക്കുക, പെരിയാറ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലിയ നദിയാണ്. 244 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ശിവഗിരിമല. ശിവഗിരിമല. അടുത്ത ഭാരതപ്പുഴ 209, ആനമല. ആനമല നമ്മൾ നേരത്തെ നോക്കി അല്ലേ, ആനമല. അടുത്ത പമ്പാ നദി 176, പുളച്ചിമല. ഏതാണ്? പുളച്ചിമല. ചാലിയാറ് എവിടെ നിന്നാണ്? 169 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇലുമ്പലേരി മല. ഇലുമ്പലേരി മല. ചാലക്കുടി പുഴ, ആനമല 145.5 കിലോമീറ്റർ. ഇനി ബാക്കിയുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വായിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നദികൾ എത്ര കിലോമീറ്റർ, ഏറ്റവും വലുത്, അതേപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്നത് 3 എണ്ണം, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. മൊത്തം എത്രയാണ്? 44 നദികൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പക്ഷി സങ്കേതങ്ങൾ നോക്കുക. അരിപ്പ എവിടെയാണ്? തിരുവനന്തപുരം. അരിപ്പൽ എവിടെയാണ്? കൊല്ലം. കടലുണ്ടി. കടലുണ്ടി എവിടെയാണ്? കടലുണ്ടി എന്നുള്ള പ്രദേശം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കോഴിക്കോടാണ്. പക്ഷെ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്താണ്. കുമരകം എവിടെയാണ്? കോട്ടയം. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാട്. പാലക്കാട്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? തട്ടേക്കാട്. ഓക്കെ. എറണാകുളം. എറണാകുളം. പക്ഷിപാതാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ്? പക്ഷിപാതാളം വയനാട്. 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 വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള കുന്നുകളുണ്ട്. ഏതായിരുന്നു കുന്നുകൾ? അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? പക്ഷിപാതാളം. പക്ഷിപാതാളം എവിടെയാണ്? വയനാട്. വയനാട്. അടുത്ത് പാതിരാമണൽ. പാതിരാമണൽ എല്ലാവർക്കും അറിയാലോ. എവിടെയാണ് പാതിരാമണൽ? വേമ്പനാട്ട് കായൽ പ്രദേശത്ത് അല്ലെ, പാതിരാമണൽ. ഓക്കെ. മംഗളവനം കൊച്ചി അല്ലെ, കൊച്ചിയുടെ ശ്വാസകോശം. അടുത്ത മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം എവിടെയാണ്? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം എവിടെയായിരുന്നു? കണ്ണൂര്. കണ്ണൂർ. അപ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പക്ഷി സങ്കേതങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് പഠിക്കണം? പക്ഷി സങ്കേതങ്ങൾ പഠിക്കണം. ഇനി വന്യജീവി സങ്കേതം ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. നെയ്യാർ എല്ലാവർക്കും അറിയാം. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഏറ്റവും തെക്കേറ്റത്തുള്ളതാണ്. അതേപോലെ തന്നെ ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാറാണ്. അതേപോലെ തന്നെ പശ്ചിമഘട്ടം അവസാനിക്കുന്നതും ഇവിടെ തന്നെയാണ്. പെരിയാർ. പെരിയാർ അറിയാമല്ലോ. പെരിയാർ ടൈഗർ റിസർവ് എവിടെയാണ്? ഇടുക്കിയിലാണ് അല്ലെ. അടുത്തത് പറമ്പിക്കുളം. പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം. തമിഴ്നാട് വഴിയാണ് ഇത് കടക്കാൻ പറ്റുള്ളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം ഏതാന്ന് ചോദിക്കും. കന്നിമരം. കന്നിമരം ഇവിടെയുള്ള തൂണക്കടവ് എന്ന സ്ഥലത്താണ്. കന്നിമരം. കന്നിമരം. ഓക്കെ. അടുത്ത് പീച്ചി വാഴാനി. പീച്ചി എവിടെയാണ്? തൃശ്ശൂര്. അടുത്ത് പറമ്പിക്കുളം. പറമ്പിക്കുളം നമ്മളിപ്പോൾ പറഞ്ഞു എവിടെയാണ്? പാലക്കാടാണ്. വയനാട്. വയനാട് തന്നെയാണ്. ചിമ്മിണി. ചിമ്മിണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ് ഏതുള്ളത്? ചിമ്മിണി ഉള്ളത്. ആറളം മാർക്ക് ചെയ്യുക. ആറളം എവിടെയാണ്? കണ്ണൂര്. കണ്ണൂര്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂര്. അടുത്തത് മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട്. കോഴിക്കോട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂര്. കണ്ണൂര്. ശ്രദ്ധിക്കുക, കരിമ്പുഴയാണ് 18ാമത്തത്, ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ടത് 2020 ജൂലൈ 3 നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം. കരിമ്പുഴ എവിടെയാണ്? കരിമ്പുഴ എവിടെയാണ്? മലപ്പുറം. 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 ഇനി കുറിച്യ കലാപ സമയത്ത് അവിടുത്തെ നായകൻ ആരായിരുന്നു? രാമൻ നമ്പി. രാമൻ നമ്പി. രാമൻ നമ്പി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ഒരു തിലക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാലഗംഗാധര തിലക്. ഓക്കെ. അടുത്ത
1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അന്ന് 2 സത്യാഗ്രഹമുണ്ട്. ഒന്ന് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്, വേറൊന്ന് കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, 1918 ഖേദയുണ്ട്, അതേപോലെ തന്നെ അഹമ്മദാബാദ് ഉണ്ട്. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? അപ്പൊ അതിൽ ശരിക്കും ഉത്തരം ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്നുള്ളതാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതും PSC അംഗീകരിച്ചതും ഏതാണ്? റാഷ് ബിഹാരി ബോസ് എന്നുള്ളതാണ്. തേബാഗ സമരം, അതായത് 1/3 മാത്രം ഞങ്ങൾക്ക് ടാക്സ് കൊടുക്കാൻ പറ്റുള്ളൂ, 2/3 നിന്ന് 1/3 ടാക്സ് കുറയ്ക്കണം എന്ന് പറയുന്ന സമരമാണ് തേബാഗ സമരം. എവിടെയാണ് തേബാഗ സമരം? ബംഗാള്. അടുത്ത രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ആ പേരിൽ തന്നെയുണ്ട്. ഏതാണ്? സംവാദ് കൗമുദി, ബംഗാളി. അടുത്തത്, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ചത്. അത് വളരെ സിമ്പിളാണ്. 1929 ലാഹോർ, രവി നദിയുടെ തീരത്തുള്ള ലാഹോർ സമ്മേളനം. അടുത്ത, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? VP മേനോൻ. അടുത്ത, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946, അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ശ്രദ്ധിക്കുക, ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്ര എന്നുള്ളതാണ് ശരിയായ ഉത്തരം, പക്ഷെ അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അടുത്ത, പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? അപ്പൊ വന്ദേ മാതരം രചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിച്ചു തന്നെ ഉള്ളൂ. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ചതോപാധ്യായ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം. ജനഗണമനയാണെങ്കിലോ രവീന്ദ്രനാഥ ടാഗോർ. സാരേ ജഹാംസെ അച്ചി ആണെങ്കിലോ മുഹമ്മദ് ഇക്ബാൽ. അതേപോലെ തന്നെ ദീനബന്ധു മിത്ര ഒരു നാടകമാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഒരുപാട് കൃതികളുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമുണ്ട്. ഏതാണ്? നീൽ ദർപ്പൺ. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. പക്ഷെ അതിന്റെ സെക്രട്ടറി ആരാണ്? VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി VP മേനോൻ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. മാർക്ക് ചെയ്യുക, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. നാട്ടുരാജ്യ സംയോജനത്തിന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. അദ്ദേഹം ഒഡീഷയിലെ ഗവർണറായി ചുമതലയേറ്റിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സിനിമയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഒരുപാട് എടുത്തു തരാറുണ്ട്, അത് പറയുന്നില്ല. അടുത്ത, ഫ്രാൻസിന്റെ പ്രദേശങ്ങളെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ 1954 പോർച്ചുഗലിന്റെ പ്രദേശം ഗോവ, ദാമൻ ദിയു എന്നിവ 1961 ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പേജ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ രാഷ്ട്ര രൂപീകരണത്തിന്റെ അടിത്തറ ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം നമ്മുടെ പ്രസിഡന്റായി മാറി അല്ലേ, ബീഹാർ ഗാന്ധി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. എഴുതി തയ്യാറാക്കാനായി അടുത്ത ചിലപ്പോൾ ഇത് ചോദിക്കുക, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. 1949 നവംബർ 26 ഭരണഘടന എഴുതി പൂർത്തിയാക്കിയെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അടുത്ത, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ സുകുമാർ സെൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് വരികയാണ്. 1951-52 കാലയളവിൽ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. 1951-52, 51 അല്ല 52 അല്ല, 51-52. ഈ പേജിൽ നിന്ന് അടുത്ത എക്സാമിന് ചോദ്യം ഉറപ്പാണ്, നിർബന്ധം പഠിക്കണം. അടുത്തത്, ഇവിടെ നിന്നാണ് ആ ചോദ്യം എടുത്തത്. എന്താണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ബാലഗംഗാധര തിലക്. വാലന്റൈൻ ഷിറോൾ, ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ ആണത് പറഞ്ഞത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുള്ളത്. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ,
അതേപോലെ തന്നെ ബാലഗംഗാധര തിലക്. ഈ മൂന്നാൾക്കാരിനെ കുറിച്ച് നിർബന്ധവും പഠിക്കണം. നോക്കുക, കപ്പലോട്ടിയ തമിഴൻ ആരാണ്? വി.ഒ. ചിദംബരം പിള്ളയെ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാള്. 1905 കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു. 1911 ഹാഡിഞ്ച് ഇത് പഴയ പോലെ തന്നെ ആക്കി അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കുക, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാർ. 1917 അഹമ്മദാബാദിലെ തുണിമിൽ സമരം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയത്. ഗേഡയിലെ കർഷക സമരം. അപ്പോൾ ഈ ആർക്ക് വേണ്ടിയിട്ട് നടത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പ്ലേഗ് ബോണസ് തുണിമിൽ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീൻകാത്തിയ സമ്പ്രദായം 3/20 തേബാഗ പറയണേ, ഇത് 3/20 നിർബന്ധമായി നീലം കൃഷി ചെയ്യണമെന്നുള്ളതാണ്. എന്ത്? നീലം കർഷക സമരം. ഖേദയിലെ ഉയർന്ന ഭൂനികുതിക്ക് എതിരായിരുന്നു. നമുക്ക് പ്ലേഗ് ബോണസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാ, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം തീൻകാത്തിയ സമ്പ്രദായത്തിനെതിരെ. ഉള്ള ഭൂമിയിൽ 3 ഭാഗത്തിൽ 3/20 നിർബന്ധമായി നീലം കൃഷി ചെയ്യണമെന്നുള്ളതിനെതിരെ. അഹമ്മദാബാദിലെ തുണിമിൽ സമരം പ്ലേഗ് ബോണസിനെതിരെ. ഖേദയിലെ കർഷക സമരം. അടുത്ത് നോക്കുക, ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽ മിസസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധി. അൽ ഹിലാല് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ്, വോയിസ് ഓഫ് ഇന്ത്യ നിർബന്ധമായും പഠിക്കണം. ഷോം പ്രകാശ് നിർബന്ധമായും പഠിക്കണം. അൽ ഹിലാൽ നിർബന്ധമായും പഠിക്കണം. ഇവിടെ താഴെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി. മാർക്ക് ചെയ്യുക. പേർഷ്യൻ ഭാഷയിൽ ഏതാണ്? മിറാത്തുൽ അക്ബർ. അതിന്റെ തൊട്ട് താഴെയുള്ളതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1878 നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ. അടുത്ത സമ്മേളനങ്ങളെ കുറിച്ചാണ്. പൂർണ്ണ സ്വരാജ് സമ്മേളനം 1929 ലാഹോർ രവി നദിയുടെ തീരത്ത്. ഈ സമ്മേളനത്തിലാണ് നമുക്ക് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവരാം, സിവിൽ നിയമലംഘന സമരം കൊണ്ടുവരാം എന്ന് പ്രഖ്യാപിച്ചതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സൊസൈറ്റികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതാണ് INA. നോക്കുക, അവിടെ മാർക്ക് ചെയ്യുക. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ എന്തൊക്കെ രൂപീകരിച്ചു നോക്കാം. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ മാർക്ക് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ. മാർക്ക് ചെയ്യുക. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ. അടുത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി JP ജയപ്രകാശ് നാരായൺ. അടുത്ത സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക്. മാർക്ക് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? അതുലൻ. ശ്രദ്ധിക്കുക. അപ്പോൾ അത് പ്രാചീന മലയാളത്തെ കുറിച്ചിട്ടാണ്. പ്രാചീന കവികൾ ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറുശ്ശേരി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയം. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ഇവരെ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 15 to 16-ാം നൂറ്റാണ്ട്, കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ്. ആധുനിക കവിത്രയങ്ങൾ നിങ്ങൾക്കറിയാലോ. കുമാരനാശാൻ, വള്ളത്തോൾ, വള്ളത്തോൾ, കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി പ്രാചീന തമിഴകം നോക്കുക. കേരളം ഉൾപ്പെടുന്ന പ്രദേശം ചേരന്മാർ ഭരിച്ചു. ചേരളം എന്ന പേര്, അതുകൊണ്ട് അത് കേരളം എന്ന് പിന്നീട് അറിയപ്പെട്ടു. പാണ്ഡ്യന്മാർ മധുര ആസ്ഥാനമാക്കി ഭരിച്ചത്. ബാക്കിയുള്ളത് ചോളന്മാർ ഭരിച്ച കാരണം കൊണ്ട് ഇവിടെ ചോളമണ്ഡലം എന്ന് പേര് കിട്ടി ഈ ഏരിയയിൽ. ബംഗാൾ ഉൾക്കടൽ ഈ ഏരിയയിൽ. അങ്ങനെ അത് പിന്നീട് കോറമണ്ഡലമായി മാറി. കോറമണ്ഡലം. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം ചേരന്മാർ. അതേപോലെ തന്നെ നോക്കുക. കുറിഞ്ചി മലകൾ, മലയോരങ്ങൾ. മുല്ല കാട്, പുൽമേട്. പാല വരണ്ട പ്രദേശം. മരുതം വയൽ. നെയ്തൽ തീരപ്രദേശം. ഒന്നുകൂടെ പറയാ. കുറിഞ്ചി മലനിരകൾ,
മുല്ല കാട് പുൽമേട്, പാല വരണ്ട പ്രദേശം, മരുതം വയല്, നെയ്തൽ തീരപ്രദേശം. നോക്കുക, കേരളത്തിൽ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ പേര് കിട്ടിയതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിൽ എത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്ത് ചോദിക്കും, എവിടെയാണ്? കുറിഞ്ചി. സംഘം കൃതികളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സംഘം കൃതികൾ. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, നന്നങ്ങാടി എന്താണെന്നറിയാലോ? മൺഭരണി, അതായത് ഭൗതികാവശിഷ്ടങ്ങൾ കുഴിച്ചിടുന്നത്. മണ്ഡ്രം എന്ന് പറയുമ്പോൾ ഗോത്രസഭയാണ്. അതേപോലെ തന്നെ തെക്ക് ആയിരാജ്യം, വടക്ക് ചേര സാമ്രാജ്യം, ഏറ്റവും വടക്കേറ്റത്ത് ഏഴിമല രാജവംശം. ഇതായിരുന്നു അന്നത്തെ കേരളത്തിൻ്റെ ഏകദേശ ഷേപ്പ്. അതായത് തെക്ക് വശത്ത് ആയിരാജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ വടക്ക് ചേരന്മാർ, ഏറ്റവും മുകളിലാണ് ഏഴിമല. അതേപോലെ തന്നെ പള്ളിക്കൂടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുസരീസ് നിർബന്ധമായും പഠിക്കണം. ഇവിടെ യവനപ്രിയ കൊടുത്തിട്ടുണ്ട്. നോക്കുക, യവനപ്രിയ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. യവനന്മാർക്ക് പ്രിയപ്പെട്ടത് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. കുരുമുളക്. ചേരന്മാരെ പറ്റി വർണ്ണിക്കുന്ന കൃതിയാണ് ഏത്? പതിറ്റുപത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. 1341 വരെ കേരളത്തിലെ പ്രധാന തുറമുഖം മുസരീസ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കൊച്ചിയായി മാറുന്നത്. ആ പെരിയാറിലെ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഒരു ചോദ്യം കൂടി പറഞ്ഞിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 18 കവികൾ എന്നറിയപ്പെട്ടിരുന്ന 18 കവികൾ സാമൂതിരി മാനവവിക്രമൻ്റെ സദസ്യരായിരുന്നു. അതിലെ പുനൻ നമ്പൂതിരിയായിരുന്നു മലയാള കവി. ബാക്കിയുള്ള ജസ്റ്റ് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടിമത്ത നിരോധനമൊക്കെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണേ. അടിമത്തം നിരോധിച്ചത് 1812 ഡിസംബർ 5 റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള ചരിത്രത്തിലെ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ ചോദ്യം, ചർച്ച് മിഷൻ സൊസൈറ്റി CMSൻ്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? നോക്കുക, CMS. അപ്പോൾ CMSൻ്റെ പ്രവർത്തന മേഖല LMS തിരുവിതാംകൂർ, CMS കൊച്ചി തിരുവിതാംകൂർ, BM മലബാർ. ഒന്നുകൂടെ പറയാം, LMS തിരുവിതാംകൂർ, ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, CMS കൊച്ചി തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BM മലബാർ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഏതാണ് വരിക? CMS കൊച്ചിയും തിരുവിതാംകൂറും. അപ്പോൾ നോക്കുക, അടുത്ത കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നതാരെ? മൂന്നാമത്തെ ചോദ്യം, കപ്പലോട്ടിയ തമിഴൻ ആരാണ്? പറയുക, കപ്പലോട്ടിയ തമിഴൻ ആരാണ്? VO ചിദംബരം പിള്ള. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി വരുന്ന ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറയാം. C രാജഗോപാലാചാരി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി പോകുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിക്കും, ആരാണ്? C രാജഗോപാലാചാരിയാണ്. അതേപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ കേളപ്പനായിരുന്നു അതിൻ്റെ നേതാവ്. പയ്യന്നൂർ ആസ്ഥാനമാക്കിയിട്ട് വേദാരണ്യം ആസ്ഥാനമാക്കിയിട്ട് C രാജഗോപാലാചാരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി. അങ്ങനെ എന്ത് വേണമെങ്കിലും അതെന്ന് ചോദിക്കാം. EV രാമസ്വാമി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വൈക്കം ഹീറോ. അതേപോലെ തന്നെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി, വൈക്കം ഹീറോ, സ്വാഭിമാന പ്രസ്ഥാനം. പെരിയോർ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. M വിശ്വേശ്വരയ്യ ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് എവിടെയെന്നൊക്കെ ചോദിക്കും. എവിടെയാണ്? കർണാടകത്തിലാണ്. എഞ്ചിനീയേഴ്സ് ഡേ എപ്പോഴാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എഞ്ചിനീയേഴ്സ് ഡേ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. എപ്പോഴാണ് എഞ്ചിനീയേഴ്സ് ഡേ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? അപ്പോൾ അത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വിമോചകനിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കുക, ലാറ്റിൻ അമേരിക്കയിൽ ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങളിൽ എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിക്കും. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങളിൽ ആരാണ്? പാബ്ലോ നെരൂദ. ചിലിയൻ കവിയാണ് ആര്?
പാബ്ലോ നെരൂദ. ഇനി രണ്ടാൾക്കാരുടെ പേര് ഇവിടെ പഠിച്ചു വയ്ക്കുക. ഒന്ന് സൈമൺ ബോളിവർ. രണ്ടാമത്തത് യോസെ ഡി സാൻ മാർട്ടിൻ. ഈ രണ്ടാൾക്കാരുടെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. സൈമൺ ബോളിവർ, യോസെ ഡി സാൻ മാർട്ടിൻ. അതിൽ സൈമൺ ബോളിവറെ വിളിക്കുന്ന പേര് വിമോചകൻ. യോസെ ഡി സാൻ മാർട്ടിൻ അർജന്റീനക്കാരനാണ്, അദ്ദേഹത്തെ വിളിക്കുന്ന പേര് സംരക്ഷകൻ. ഒന്നുകൂടെ പറയാം, സൈമൺ ബോളിവർ വിമോചകൻ, യോസെ ഡി സാൻ മാർട്ടിൻ ഏതാണ്? സംരക്ഷകൻ. നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അടുത്തത് ശീതസമരം, കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ശ്രദ്ധിക്കണേ. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ്. പക്ഷേ ഈ പേരിൽ പുസ്തകം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ ആണ്. ആരാണ് പുസ്തകം എഴുതിയത്? വാൾട്ടർ ലിപ്മാൻ. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്, പുസ്തകം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ. ഇത്രയേ ഉള്ളൂ. അന്ന് ലോകം 2 ബ്ലോക്കാണ്, ഒന്ന് USSRൻ്റെയും അതായത് സോവിയറ്റ് യൂണിയൻ്റെയും, ഒന്ന് അമേരിക്കയുടെയും. ഇവർ തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ആയുധം കൊണ്ടല്ല, ആശയം കൊണ്ടാണ്. ഇതിന് പറയുന്ന പേരാണെന്ത്? ശീതസമരം, കോൾഡ് വാർ. യുദ്ധമാണോ ചോദിച്ചു പറഞ്ഞാൽ യുദ്ധമാണ്. ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, എന്താണ് സിയോണിസം എന്ന് ചോദിക്കും. ജൂതന്മാർക്ക് പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. ജൂതമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തിയോഡാർ ഹെർഷൽ എന്ന എഴുത്തുകാരൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയോഡാർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ് ഇത് അവതരിപ്പിച്ചത്. ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ ഒരു ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ദി ജൂയിഷ് സ്റ്റേറ്റ്. ഒപ്പെക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒപ്പെക്കിൻ്റെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്നയാണ്. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് എന്ത്? ഒപ്പെക്ക്. അപ്പോൾ ഒപ്പെക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. ഓയിൽ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് എന്ത്? ഒപ്പെക്ക്. അതേപോലെ തന്നെ ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ എന്താണ് ചോദിക്കുക എന്നുള്ളതാണ്. ഇരുധ്രുവ ലോകം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലോകമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അർണോൾഡ് ടോയൻബി, ഈ പേര് മാർക്ക് ചെയ്യുക. അർണോൾഡ് ടോയൻബി ആണ് ഇരുധ്രുവ ലോകം, അത് ബൈപോളാർ വേൾഡ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നാറ്റോ രൂപീകരിക്കുന്നുണ്ട്. നാറ്റോ, ബ്രസൽസ് ആസ്ഥാനമായിട്ട് നാറ്റോ. പിന്നെ അതേപോലെ തന്നെ വാഴ്സ പാക്ട് സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ബാക്കിയുള്ള സെൻറ്റോ, സീറ്റോ, നാറ്റോ ഇതെല്ലാം എന്താണ്? അമേരിക്കയുടെയാണ്. ഇത് രണ്ടിൻ്റെ ഒപ്പം നിൽക്കരുത്, വേറിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് 1961 ബെൽഗ്രേഡിലാണ് എന്ത്? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഈ 4 ആൾക്കാരാണ് സ്ഥാപകർ. നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയ, അഹമ്മദ് സുകർണോ ഇന്തോനേഷ്യ. 1955 ബന്തൂങ്ങിൽ വെച്ചിട്ടാണ്, ബന്തൂങ് കോൺഫറൻസിലാണ് ഈ ആശയം വരുന്നതെങ്കിലും 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിക്കും. ആരാണ്? ജവഹർലാൽ നെഹ്റു. ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമ അതേപോലെ പഠിക്കുക, വളരെ നിർബന്ധമായിട്ടും പഠിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അതേപോലെ പഠിക്കുക. ഒരു തവണ ഞാൻ പറഞ്ഞു പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഴാങ് റെന്യായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ 1-ാം ലോകത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്നു. ഇനി ശ്രദ്ധിക്കുക, ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുത്തു. അടുത്ത ലെവീസ് മെൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി. ഇതെല്ലാം ഏത് ലോകയുദ്ധമാണ്? 1-ാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കും. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു കവിത തരും, ഇത് അതേപോലെ തരും. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ ഒരു ഉദ്ബോധനം എന്നുള്ള കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ പഠിക്കുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 14-ാമൻ. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15-ാമൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ, മേരി ആൻ്റോനേറ്റ്. ഈ ലൂയിമാർ എന്ന് പറയുന്നത് ബറോബർ ഡൈനാസ്റ്റിയിലെ ആളുകളാണ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ആളുകളാണ് ലൂയിമാർ, ബറോബർ ഡൈനാസ്റ്റി.
ലൂയി 14 പറഞ്ഞു ഞാനാണ് രാഷ്ട്രം. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. ലൂയി 16 ഒന്നും പറഞ്ഞില്ല. പക്ഷേ 1789 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് മൂപ്പരായിരുന്നു രാജാവ്. മൂപ്പരനെയാണ് ഗില്ലറ്റിൻ ചെയ്തത്. ഗില്ലറ്റിൻ, തല വെട്ടിക്കളയുക. ഒന്നാമത്തെ എസ്റ്റേറ്റ് ആരാന്ന് അറിഞ്ഞിരിക്കണം, ഫ്രഞ്ച് സമൂഹത്തിൽ പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റ് ബാക്കിയുള്ള എല്ലാവരും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തഹസിൽദാരനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, മൂന്നാമത്തത് ബാക്കിയുള്ള എല്ലാവരും. ബാക്കിയുള്ള എല്ലാവരും. ഇനി ഇതിലെ ടാക്സ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ടാക്സ് ഇവർ തൈലേ എന്ന് പറഞ്ഞിട്ട് ഭൂനികുതി സർക്കാരിന് നൽകണം. തൈലേ എന്ന് പറഞ്ഞിട്ട് ഭൂനികുതി സർക്കാരിന് നൽകണം. തൈലേ എന്താണ്? ഭൂനികുതി. ഇനി തിതേ എന്ന് പറഞ്ഞിട്ട് കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ എന്ത് പിരിച്ചിട്ടുണ്ടായിരുന്നു? നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് നികുതികൾ, ഒന്ന് തൈലേ ഭൂനികുതി, അതേപോലെ തന്നെ കർഷകരിൽ നിന്ന് തിതേ എന്നുള്ള നികുതി പിരിച്ചത് പുരോഹിതന്മാർ. എസ്റ്റേറ്റ്സ് ജനറൽ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം വരുമ്പോഴും നമ്മളത് പറയും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. അടുത്ത പിൽഗ്രിം ഫാദേഴ്സ് നോക്കുക. പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാർ. ഇവർ കുടിയേറി ഉണ്ടായ ഒരു രാജ്യമാണ് ഏത്? അമേരിക്ക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതിൽ നിർബന്ധമായും പഠിക്കേണ്ടത് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 ബോസ്റ്റൺ കടപ്പുറത്ത് വന്ന കുറച്ച് പെട്ടികൾ, 342 തേയില പെട്ടികൾ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും പറഞ്ഞിട്ട് അവർ തന്നെ അവിടെ ഒഴുക്കി വിട്ടു. ഇതിനെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് പറയുക. ബോസ്റ്റൺ ടീ പാർട്ടി. ജോൺ ലോക്ക് എന്ന് പറഞ്ഞ തത്വചിന്തകൻ, അതേപോലെ തന്നെ തോമസ് പെയിൻ. ജോൺ ലോക്ക് പറഞ്ഞത് മനുഷ്യന് ചില മൗലിക അവകാശമുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കില്ല എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. തോമസ് പെയിൻ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഒരു വൻകര ദീർഘകാലം കീഴടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറ്റില്ല. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടി. അവർ നേതാവായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുത്തു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷനായിട്ട് രാജാവിൻ്റെ മുമ്പിൽ പോയി. രാജാവ് നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇവർ പറഞ്ഞു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യം തരൂ, ഞങ്ങൾ എന്തായാലും നികുതി തരാമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഫ്രഞ്ച് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം എന്നാണ് ഫ്രഞ്ച് സ്വാതന്ത്ര്യ സമരം. അവർ പറഞ്ഞത് സ്വാതന്ത്ര്യം വേണം എന്നാണ് എല്ലാവരും പറയുക. അതിലവർ പറഞ്ഞത് ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി. ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇവിടെ അതല്ല പറഞ്ഞത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താ പറഞ്ഞത്? പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല. അങ്ങനെ 1775 അടുത്ത വർഷം കൂടിയ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൃതി ഇറക്കി. അതേപോലെ തന്നെ 1776 ജൂലൈ 4 1776 ജൂലൈ 4 മാർക്ക് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതുകൊണ്ടാണ് അമേരിക്കയിൽ ജൂലൈ 4 നാഷണൽ ഡേ. ശ്രദ്ധിക്കുക. ഫ്രാൻസിൽ ജൂലൈ 14. ഒന്നുകൂടെ പറയാം. അമേരിക്കയിൽ ജൂലൈ 4, ഫ്രാൻസിൽ ജൂലൈ 14. അമേരിക്കയിൽ എന്തുകൊണ്ടാണ്? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രഖ്യാപനം, മനുഷ്യാവകാശ പ്രഖ്യാപനം കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ജൂലൈ 14? ഫ്രാൻസിന് 1789 എന്ന് പറഞ്ഞില്ല ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റിൽ കോട്ട തകർത്തത് ജൂലൈ 14. ഇനി നോക്കുക. 1781 യുദ്ധം അവസാനിക്കുകയാണ് അമേരിക്കയിൽ. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയാണ്. പിന്നീട് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ 1789 ജെയിംസ് മാഡിസൺ ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ഏത്? അമേരിക്കൻ ഭരണഘടന. അതവിടെ നിൽക്കട്ടെ. നോക്കുക. ചൈനീസ് വിപ്ലവത്തിൽ ചോദിക്കുക. കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങൾ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ചൈന വേഴ്സസ് ബ്രിട്ടൻ. കറുപ്പ് യുദ്ധങ്ങൾ, ചൈന വേഴ്സസ് ബ്രിട്ടൻ. കറുപ്പൊക്കെ കൊടുത്തിട്ട് ഇവർ മയക്കാൻ വേണ്ടി നോക്കി. അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ശേഷി ഇവരുടെ നശിപ്പിക്കുക. പിന്നീട് അമേരിക്ക തുറന്ന വാതിൽ നയം കൊണ്ടുവന്നു. ആർക്ക് വേണമെങ്കിലും ചൈനയെ ആക്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മഞ്ജു രാജവംശമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ യഥേഷ്ടം ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തു. ഇവർ വരികയാണെങ്കിൽ വന്നോന്നും പറഞ്ഞു. അങ്ങനെ ജോൺ ഹേ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. മൂപ്പരാണ് ഈ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത്. അതായത് ചൈനയിൽ ആർക്ക് വേണമെങ്കിലും പോയിട്ട് കീഴടക്കാമെന്നാണ് ജോൺ ഹേ പറഞ്ഞത്. അങ്ങനെ ഇതിനെതിരെ ബോക്സർ കലാപം നടക്കുന്നുണ്ട്. ബോക്സർ കലാപം നടന്ന രാജ്യം ചോദിക്കും, കറുപ്പ് യുദ്ധം നടന്ന രാജ്യം ചോദിക്കും. ഇത് രണ്ടും ഏത് തന്നെയാണ്?
ചൈന തന്നെയാണ്. 1911 ഡോക്ടർ സൺയാത്സന്റെ നേതൃത്വത്തിൽ ഒരു കലാപം ഉണ്ടായി. അങ്ങനെ ആ രാജവംശത്തെ പിരിച്ചുവിട്ടിട്ട് കുമിന്താങ് പാർട്ടി അധികാരം ഏറ്റെടുക്കുകയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. പിന്നീട് ചിയാങ് കൈഷക്കാണ് അധികാരത്തിൽ വന്നത്. സൺയാത്സന് ശേഷം അയാൾ വളരെ ക്രൂരമായിട്ട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെയാണ് മാവോ സേത്തുങ് ഉയർന്നു വരുന്നത്. മാവോ സേത്തുങ്ങിൻ്റെ ചുവപ്പ് സേന കുമിന്താങ്ങളെ പുറത്താക്കുകയാണ് പോരാട്ടം നടത്തിയിട്ട്. അതിനു മുമ്പ് ഇദ്ദേഹം ഒരു യാത്രയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. 1934 ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാവോ സേത്തുങ് 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. ഇതിനെ ലോങ് മാർച്ച് എന്നാണ് പറയുക. അപ്പോൾ ലോങ് മാർച്ച് എന്നുള്ളത് വിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടോ, ലോങ് മാർച്ച് എന്ന് പറഞ്ഞിട്ടോ വല്ല ഉപഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് കറണ്ട് അഫയർ ചോദിക്കുകയാണ് വിചാരിക്കുക. ഒന്നും പേടിക്കാനില്ല, അതേതാ വരിക? ചൈനയാണ് വരിക. ലോങ് മാർച്ച് ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് 1949 ഒക്ടോബർ 1 ചിയാങ് കൈഷക്കിനെ പുറത്താക്കിയിട്ട് മാവോ സേത്തുങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കുന്നത്. അപ്പോൾ ചൈനയിൽ 2 തവണ വിപ്ലവം നടന്നിട്ടുണ്ട്. ഒന്ന് 1911, വേറത് 1949. 11 നടത്തിയത് സൺയാത്സെന്നെ മഞ്ജു രാജവംശത്തെ പുറത്താക്കി. മൂപ്പർക്ക് ഒരു പിൻഗാമി വരികയാണ് ചിയാങ് കൈഷക്ക്. കുമിന്താങ് പാർട്ടിയുടെ ആൾ തന്നെയാണ്, സൺയാത്സെൻ്റെ പാർട്ടിയുടെ ആൾ തന്നെയാണ്. മൂപ്പരെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ മാവോ സേത്തുങ് നൈസായിട്ട് മൂപ്പർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നേതൃത്വത്തിൽ 1949 അങ്ങോട്ട് പോരാട്ടം ആരംഭിച്ചു. മൂപ്പരവിടെ നാട് കടത്തി തായ്വാനിലേക്ക്. 1949 ഒക്ടോബർ 1 ചൈന എന്തായി മാറി? റിപ്പബ്ലിക്കായിട്ട് മാറി. റഷ്യൻ വിപ്ലവം നിങ്ങൾക്ക് അറിയാലോ, വളരെ സിമ്പിളാണ്. മാക്സിം ഗോർക്കി അമ്മ എന്നുള്ള കൃതി എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ 2 പാർട്ടികളാണ് അവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക. ഒന്ന് മെൻഷെവിക്ക് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി, വേറത് ബോൾഷെവിക്ക് എന്ന് പറയുമ്പോൾ മെജോറിറ്റി. മെൻഷെവിക്കിൻ്റെ നേതാവ് ചോദിച്ചിട്ടുണ്ട് അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്ക് വ്ളാദിമർ ഉല്യാനോവിച്ച് ലെനിൻ എന്നാണ് പേര്. അങ്ങനെ അവിടുത്തെ രാജാവ് സർ നിക്കോളാസ് ആയിരുന്നു. മൂപ്പര് വളരെ ക്രൂരമായിട്ട് കുറേ പേരിനെ കൊന്നു. 1905 ജനുവരി 9 ഇതിനെ ബ്ലഡി സൺഡേ എന്നാണ് പറയുക. അപ്പോൾ ഈ രാജാവ് കൊന്നപ്പോൾ ജനങ്ങൾ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ഡ്യൂമ എന്ന് പറഞ്ഞിട്ടൊരു സഭ ആരംഭിച്ചത് പിന്നീട് പാർലമെൻറ്റായി മാറി. അങ്ങനെ അവരുടെ പാർലമെൻറ്റിൻ്റെ പേരാണ് എന്ത്? ഡ്യൂമ. അങ്ങനെ ഈ ഡ്യൂമയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം 1917 വീണ്ടും വിപ്ലവം വരികയാണ്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം, വേറൊന്ന് ഒക്ടോബർ വിപ്ലവത്തിലാണ് ലെനിൻ അധികാരത്തിൽ വരുന്നത്. അവസാനത്തെ വിപ്ലവത്തിൽ അലക്സാണ്ടർ കെരൻസ്കിനൊക്കെ മറികടന്നിട്ട് ലെനിൻ അധികാരത്തിൽ വരികയാണ്. അങ്ങനെ അത് പിന്നീട് ഒരുപാട് അസോസിയേഷനായിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ വിപ്ലവം നടന്നത് 1917. ആ 2 നേതാക്കന്മാരെ പഠിച്ചു വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് വേൾഡ് ഹിസ്റ്ററിയിലാകെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. നോക്കുക, ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ്? ബെർണാഡ് ബറൂച്ച്. വാൾട്ടർ ലിപ്മാൻ ബുക്ക് എഴുതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആകെ 2 ചോദ്യമാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന്, അല്ലേ? 2 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 2 ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത, അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? അയണോസ്ഫിയർ നോക്കുക, അന്തരീക്ഷത്തിൽ എന്തൊക്കെയുള്ളത് നോക്കുക. 78% നൈട്രജനാണ്. 21% എന്താണ്? ഓക്സിജനാണ് ഏകദേശം. മൂന്നാമത്തെ നോക്കുക, ആർഗൺ 0.93% എന്താണ്? ആർഗണാണ്. നാലാമത്തത് കാർബൺ ഡൈ ഓക്സൈഡാണ്. 0.038% എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് ചോദിക്കും, നൈട്രജൻ. രണ്ടാമത്തത് ഏതാണ്? ഓക്സിജൻ. മൂന്നാമത്തത് ആർഗൺ. അന്തരീക്ഷത്തിൽ TSMT എന്നാ പറയുക, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇങ്ങനെയാണ് 4 പാളികളുള്ളത്. ഈ തെർമോസ്ഫിയറിൻ്റെ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് എന്ത്? അയണോസ്ഫിയർ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? അയണോസ്ഫിയർ എന്തിൻ്റെ ഭാഗമാണ്? എന്തിൻ്റെയാണ്? തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ് ബാക്കി അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഭൂമിയിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പ്രതലം. ഇവിടെ നിന്ന് 8 മുതൽ 18 കിലോമീറ്റർ വരെ നീളുന്ന സംഭവമാണ്. ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് സംവഹനം വളരെ കൂടുതലായിരിക്കുമല്ലോ, അതായത് ചൂട് വളരെ തട്ടുന്ന കാരണം കൊണ്ട് കാറ്റ് ഉയരത്തിൽ മുകളിലേക്ക് പോകും. അപ്പോൾ അവിടെയൊക്കെ 18. ധ്രുവപ്രദേശങ്ങളിലൊക്കെ കുറവായിരിക്കും. 8 കിലോമീറ്ററിലൊക്കെ ട്രോപ്പോസ്ഫിയർ അവസാനിക്കും. കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗ്രഹ പ്രഭാവം, ഇതെല്ലാം ഇവിടേക്കാണ്. ഇവിടുന്ന് മുകളിലേക്ക് പോകും തോറും താപനില എന്താണ് കുറയണം. നോക്കുക, ട്രോപ്പോസ്ഫിയർ പറയുമ്പോൾ നമ്മുടെ കര. ഓക്കെ, അതിൽ
മൂന്നാറിലേക്ക് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അത് ഉയരത്തിലല്ലേ, താപനില മുകളിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ 80% ഇവിടെ തന്നെയാണ്, ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ പാളിയാണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ 20 മുതൽ 50 കിലോമീറ്ററിലാണ് എന്ത് കാണപ്പെടുക, ഓസോൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത എക്സാമിന് ഇത് ചോദിക്കും, മാർക്ക് ചെയ്യുക. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്, സ്ട്രാറ്റോസ്ഫിയർ. മുകളിലേക്ക് പോകുന്നതോറും താപനില വർദ്ധിക്കുന്നു. ഒന്നാമത്തെ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്തത്, അതായത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും താപനില കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും താപനില കൂടുന്നു. മീസോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും താപനില കുറയുന്നു. അടുത്തത് തെർമോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, താപനില കൂടുന്നു. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ്, കുറയുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു. അത്രേ ഉള്ളൂ. ഒന്ന് പഠിച്ചു വെച്ചിട്ട് അടുത്തതിലേക്ക് ഇട്ടിട്ട് പോയാൽ മതി. ഓക്കെ. ജെറ്റിൻ്റെ സഞ്ചാരത്തിന് അനുയോജ്യമായ പാളി ഏതാണെന്ന് ചോദിക്കും, സ്ട്രാറ്റോസ്ഫിയർ. അതേപോലെ തന്നെ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെ മീസോസ്ഫിയറിനെ എന്ത് ചെയ്യുന്നു, വിഭജിക്കുന്നു. ഇനി എന്താണ് മീസോസ്ഫിയർ? 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ. മുകളിലേക്ക് പോകുന്നതോറും താപനില കുറയുന്നു. നിശാദീപങ്ങൾ, നൈറ്റ് ഷൈനിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നൊക്ടൂലിസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ഉൽക്കകൾ കത്തുന്ന പാളിയാണ്, പുറത്തുനിന്ന് വരുന്ന ഉൽക്കകൾ ഇവിടെ വെച്ച് കത്തിത്തീരും. അതുകൊണ്ട് അത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നു. ഇത്ര എന്നായാലും മീസോസ്ഫിയറിൽ പഠിക്കാനുള്ളൂ. ഓക്കെ. തെർമോസ്ഫിയർ നമ്മൾ പറഞ്ഞു, 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് പോവുക. മുകളിലേക്ക് പോകുന്നതോറും താപനില വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വെളിയിൽ എക്സോസ്ഫിയർ എന്ന് പറയും. അതിൻ്റെ അടിയിൽ അയണോസ്ഫിയർ ഒക്കെ ഉണ്ട്, അയോൺസ് ആയിട്ടാണ് കാണപ്പെടുക. 2500 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. കാർമൻ രേഖ, അതായത് നമ്മൾ ഭൂമിയിൽ നിൽക്കുകയാണ്, ഭൂമിൻ്റെ മുകളിൽ 100 കിലോമീറ്റർ മുകളിൽ ഉള്ള എല്ലാവർക്കും സ്വന്തമാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ഇന്ത്യയുടെ ഏരിയയാണ്, 100 കിലോമീറ്റർ വരെ ഇന്ത്യക്കുള്ളത്, അതായത് അതാണ് നമ്മുടെ അതിർത്തി. അതിൻ്റെ മുകളിലുള്ള പ്രദേശത്ത് പറയുന്ന പേരാണ് ബഹിരാകാശം. അപ്പോൾ ബഹിരാകാശത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, 100 കിലോമീറ്ററിൻ്റെ മുകളിൽ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ പറയുന്ന പേരാണ് സ്പേസ്. അപ്പോൾ ഈ രേഖയെ പറയുന്ന പേരാണ് എന്ത്, കാർമൻ രേഖ. അതായത് നമ്മുടെ അന്തരീക്ഷത്തിനെയും ബാക്കിയുള്ള സ്പേസിനെയും വേർതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, കാർമൻ രേഖ. അത്രേ ഉള്ളൂ. ഇനി ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞാണ്. സിയാല്, സിമ, അതായത് ശ്രദ്ധിക്കുക, വൻകരയിനെ സിയാൽ എന്ന് പറയും. അതേപോലെ തന്നെ കടലിനെ, അതായത് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് പറയും. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പുറന്തോടാണ് നമ്മൾ നിൽക്കുന്ന ഭാഗം. വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. ഇനി മാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ളതാണ്. 2900 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്, മാൻഡിൽ. ഉപരി മാൻഡിലുണ്ട്, അധോ മാൻഡിലുണ്ട്. ഉപരി മാൻഡിൽ പറയുമ്പോൾ സിലിക്കൺ കൊണ്ടാണ്. അധോ മാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു അർദ്ധദ്രാവകാവസ്ഥയിലുള്ള സംഭവമാണ്. കാമ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ളിലുള്ളത് 2900 മുതൽ 6378 വരെയുള്ളത്. പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. ശ്രദ്ധിക്കുക, അകക്കാമ്പ് ഉയർന്ന മർദ്ദം മൂലം ഖരാവസ്ഥയിലാണ്. നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും ചൂടും മർദ്ദമൊക്കെ കൂടിയ കാരണം കൊണ്ട് അതെല്ലാം ഉരുകിയ അവസ്ഥയിലാണെന്നാണ് പറയുക. പക്ഷെ അതിൻ്റെ ഏറ്റവും അകത്ത് അകക്കാമ്പ്, ഭൂമിയുടെ ഏറ്റവും അകത്തുള്ളത് ഖരാവസ്ഥയിലാണ്. അവിടെ നിഫ കാണപ്പെടും, നിക്കൽ അയേൺ. അതുകൊണ്ട് ആ ഏരിയനെ, കാമ്പിനെ നിഫെ എന്ന് പറയുന്നു, നിഫെ. ഇനി എന്താണ് ശിലകൾ, ശിലാമണ്ഡലം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭൂമിക്കകത്ത് മാഗ്മ ഉണ്ട്, ശ്രദ്ധിക്കുക, ഈ മാഗ്മ പുറത്തേക്ക് വന്നിട്ട് എന്തായി മാറും, ലാവയായി മാറും. ഈ ലാവയാണ് കല്ലുകൾ ഉണ്ടാക്കുക. പ്രാഥമിക ശില എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രാഥമിക ശില. ഓക്കെ. ഇഗ്നേഷ്യസ് റോക്സ്, ആഗ്നേയ ശില, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഭൂവൽക്കം, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയും അതിൻ്റെ തൊട്ടുള്ള മാൻഡിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്നതിനെ പറയുന്ന പേരാണെന്ത്, ലിത്തോസ്ഫിയർ. ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശിലകളാണ്. ഇതിന് താഴെ, ഇതിന് ഏകദേശം 100 കിലോമീറ്റർ കനമുണ്ട് ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നതിന്. ഇതിന് താഴെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ അസ്തനോസ്ഫിയറിൽ ഉരുകിയിട്ട് ദ്രാവക രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്മ ഉണ്ടാവും. അപ്പോൾ ഇത് പൊട്ടുന്ന സമയത്ത്, അതായത് ഇതിൽ വിള്ളലൊക്കെ വരുന്ന സമയത്ത്, ഈ ലിത്തോസ്ഫിയറിൽ വിള്ളൽ വരുന്ന സമയത്ത് ഈ മാഗ്മ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഭൂമിൻ്റെ പുറത്തേക്ക് വന്നിട്ട്, അതാണ് അഗ്നിപർവ്വതം, പുറത്തേക്ക് വന്നിട്ട് ഇവിടെ എന്തായി മാറും, ലാവയായി മാറും. ഈ ലാവയാണ് കല്ലുകൾ ഉണ്ടാക്കുക, ശിലകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇതിനെ പ്രാഥമിക ശില എന്നാണ് പറയുക. ബസാൾട്ടൊക്കെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഈ ബസാൾട്ട് ഉരുകിയിട്ടാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത്. അവിടുത്തെ കറുത്ത മണ്ണുണ്ടല്ലോ, ഈ ബസാൾട്ട് നിന്നാണ് കറുത്ത മണ്ണുണ്ടായത്. അപ്പോൾ മാഗ്മയുടെ സ്രോതസ്സാണ് എന്ത്, അസ്തനോസ്ഫിയർ. ഇപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭൂവൽക്കവും അതേപോലെ തന്നെ മാൻഡിലിൻ്റെ ഉപരിഭാഗവും. അതിൻ്റെ ഏറ്റവും താഴെയുള്ളത്, അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് എന്ത്, അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മാഗ്മയുണ്ട്, അതെന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇനി ശിലകളായിട്ട് വരും. ശിലകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. 3 തരം ശിലകളുണ്ട്, ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ആഗ്നേയശില എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ടാണ് ഉദാഹരണം. പ്രൈമറി റോക്സ് പ്രാഥമിക ശിലകൾ എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.
അവസാദശില എന്ന് പറയുമ്പോൾ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് അവസാദശില. കാലാന്തരത്തിൽ ആഗ്നേയശിലകൾ ക്ഷയിച്ച് പൊടിയുകയും അവ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആഗ്നേയശിലയിൽ നിന്നാണ് അവസാദശില ഉണ്ടാവുക. ചിലപ്പോൾ കാറ്റ് വഴി പൊടിയും അല്ലെങ്കിൽ ഒഴുകുന്ന ജലം ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പാളികളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് അടുക്കശില എന്നും പറയും അവസാദശിലേനെ. എക്സാമ്പിൾ ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല് ഇതൊക്കെയാണ്. അടുത്തത് കായാന്തരിതശില. ഈ ആഗ്നേയശിലയിൽ ഉയർന്ന മർദ്ദവോ താപമോ ഒക്കെ സംഭവിക്കുമ്പോൾ അത് രൂപമാറ്റം സംഭവിക്കും. മാർബിള്, സ്ലൈറ്റ് ഒക്കെ ആയിട്ട് മാറും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. കായാന്തരിതശില. ഓക്കെ, ഇതാണ് അയണോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ഉത്തരവും പറഞ്ഞത്. അതിൽ സ്ട്രാറ്റോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ കാണപ്പെടും, O3 കാണപ്പെടും. UV റേസിനെ അബ്സോർബ് ചെയ്യുന്നതാണ് എന്ത്? ഓസോൺ. UV റേസ് നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകും. അടുത്ത, ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക. തവിട്ട് മണൽപ്പരപ്പ്, നീല വറ്റിപ്പോകാത്ത നദികൾ, ജലാശയങ്ങൾ, കറുപ്പ് വറ്റിപ്പോകുന്ന നദികൾ, ചുവപ്പ് റോഡ് പാർപ്പിടം, പച്ച വനം, മഞ്ഞ കൃഷിസ്ഥലങ്ങൾ, വെള്ള തരിശുഭൂമി. ഒന്നുകൂടി പറയാം. തവിട്ട് മണൽപ്പരപ്പ്, നീല വറ്റിപ്പോവാത്ത നദികൾ, ജലാശയങ്ങൾ, കറുപ്പ് വറ്റിപ്പോകുന്ന നദികൾ, ചുവപ്പ് റോഡ് പാർപ്പിടം, പച്ച വനം, മഞ്ഞ കൃഷിസ്ഥലങ്ങൾ, വെള്ള തരിശുഭൂമി. ഇവിടെ എന്താ ചോദ്യം? ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി. നോക്കുക, തരിശുഭൂമി ഏതാണ്? വെള്ള. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാം പഠിച്ചു. സ്ക്രീൻഷോട്ട് എടുക്കുക, അതേപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? വളരെ സിമ്പിൾ അല്ലേ? നോക്കുക. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ ഞങ്ങൾ ജമുന എന്ന് വിളിക്കുന്നു. ടിബറ്റിൽ ബ്രഹ്മപുത്രയെ ഞങ്ങൾ സാങ്പോ എന്ന് വിളിക്കുന്നു. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര മൂന്നെണ്ണവും എന്ത് തന്നെയാണ്? ഹിമാലയൻ നദികളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കുക. എന്താണ്? ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേര് എന്താണ്? ജമുന. സാങ്പോ എന്നുള്ളത് എന്തായിരുന്നു? ടിബറ്റിൽ വിളിക്കുന്ന പേര്. പത്മ എന്താണ്? ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ് എന്ത്? പത്മ. മാർക്ക് ചെയ്യുക. ഈ പത്മയും അതേപോലെ തന്നെ ജമുനയും കൂടി ചേർന്നിട്ട് ബംഗ്ലാദേശിൽ പിന്നീട് അതിന് വരുന്ന പേരാണെന്ത്? മേഘ്ന. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധിക്കുക. പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ അത് ശൈത്യകാലവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അവിടെ നിന്നൊരു മെഡിറ്ററേനിയൻ ഡിസ്റ്റർബൻസ് ഇങ്ങോട്ട് വരികയും ശൈത്യകാലത്തിൽ മഴ പെയ്യ്ക്കുകയും അത് റാബി വിളയായ ഗോതമ്പിന് നന്നായി വരികയും അത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന സംഭവമാണ് എന്ത്? പശ്ചിമ അസ്വസ്ഥത. ഉഷ്ണകാലത്ത് വീശുന്ന വരണ്ട കാറ്റ് എന്താണെന്ന് ചോദിക്കും. എന്താണ്? ലൂ എന്നുള്ള കാറ്റാണ്. ലൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടമാണ്. അതേപോലെ തന്നെ കുറവ് മഴ കിട്ടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടമാണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇപ്പോൾ പെയ്യുന്ന മഴയാണ്. ഇതിനെ പറയുന്ന പേര് കാലവർഷം പറയും, ഇടവപ്പാതി എന്ന് പറയും, അങ്ങനെയുള്ള ഇതൊക്കെ പറയും. വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ പറയുക? വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ തുലാവർഷം എന്ന് പറയും. ഇടിയോട് കൂടിയ മഴ. തമിഴ്നാട്ടിന് മാത്രം കിട്ടുന്ന ഒരു മഴയാണത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴയാണ്. അതിൽ PSCയുടെ ഉത്തരം ജസ്റ്റ് നോക്കുക. അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നോക്കുക. തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യഘട്ടന പ്രവർത്തനം നാളെ ആരംഭിക്കും. അപ്പോൾ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ എന്തുണ്ട്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ തിരുവനന്തപുരം തന്നെ എഴുതിയേക്കണേ.